40 നാളുപവസിക്കാൻ വിശക്കുന്നവനപ്പം കൊടുക്കാൻ ഈശൈസുതനെ പോൽ ദിനം 7 വട്ടം പ്രാർത്ഥിക്കാൻ. ബലഹീനരുടെ അപേക്ഷകളും അനുതാപികളുടെ കണ്ണീരും മുൻഫലമായ കാഴ്ചകൾ പോൽ കൈക്കൊള്ളുവോനേ നിനക്കു സ്തുതി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധമായ വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുവാനായി ഒരുങ്ങുകയാണല്ലോ. നോമ്പ് ഒരു തീർത്ഥയാത്രയാണ്. പാപദ്രുഹത്തിൽ നിന്നും രക്ഷാകരമായ ദ്രുഹത്തിലേക്കുള്ള ഒരു യാത്രയാണ് പരിശുദ്ധ നോമ്പ്. നോമ്പുകാലം അനുതാപത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ദിനങ്ങളാണ്. നോമ്പ് ദൈവത്തോട് കൂടെ ഇരിക്കുവാനുള്ള ദിനങ്ങളാണ്. ദൈവം ഏദൻ തോട്ടത്തിൽ വെച്ച് തുടങ്ങി വെച്ചതാണ് നോമ്പ്. ആദിമ മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് സാത്താന്റെ പ്രേരണയാൽ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് ദൈവത്തോട് കൂടെ ഇരിക്കുവാനുള്ള അവസരമാണ്. അവർ പറുദീസായിൽ നിന്നും പുറത്താക്കപ്പെട്ടു. നോമ്പ് ചിലത് വേണ്ട എന്ന് വെക്കുവാനുള്ള സമയമാണ്. നോമ്പ് ലംഘിച്ച ആദ്യ മാതാപിതാക്കൾക്കുണ്ടായ മക്കൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും മാറ്റപ്പെടുകയാണ്. ഒരുവൻ തൻ്റെ സഹോദരനെ കൊല്ലുന്നതായി നാം കാണുന്നു. സഹോദര സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. പരസ്പരം ക്ഷമിക്കുവാനായി സാധിക്കാതെ പോകുന്നു. നോമ്പ് ചിലത് ക്ഷമിക്കുവാനുള്ള സമയമാണ്. നമ്മെ വേദനിപ്പിച്ചവരോട് നാം ആരെയെങ്കിലും സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും ചേർത്ത് നിർത്തുവാനുമുള്ള സമയമായി ഈ നോമ്പുകാലത്തെ നമുക്ക് വേർതിരിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.